കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഈ രാത്രിവേളയിൽ ട്രിനിറ്റി ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്നു വരുന്ന ബൈബിൾ ക്ലാസ്സിനോടുള്ള ബന്ധത്തിൽ ഈ ഫേസ്ബുക്ക് പേജിൽ വന്ന് ദൈവവചനം ശുശ്രൂഷിപ്പാൻ ലഭിച്ച ഈ സന്ദർഭത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. വിശിഷ്യ ട്രിനിറ്റി ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വിവിധ ശുശ്രൂഷകൾ ഫേസ്ബുക്ക് വഴിയായും വാട്സപ്പ് വഴിയായും സൂമിലൂടെയുമൊക്കെ തുടർമാനം നടന്നു വരുന്ന ആ ശുശ്രൂഷകളാണ്. ഇതിൽ സംബന്ധിക്കുകയും ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. വിശിഷ്യ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാ തിങ്കളാഴ്ചയും ദാനിയേൽ പ്രവചനത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ്സാണ് നടന്നു വന്നുകൊണ്ടിരുന്നത്. ആ ക്ലാസ് കഴിഞ്ഞ എപ്പിസോഡിനോടുകൂടി അവസാനിക്കുകയും ഈ ആഴ്ച മുതൽ പ്രത്യേകാൽ ഫിലിപ്പിയ ലേഖനത്തിൽ നിന്ന് പഠിപ്പിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയും ചെയ്ത് അതിൻ്റെ ഒന്നാമത്തെ എപ്പിസോഡിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. വിശുദ്ധ ബൈബിൾ നാം പഠിച്ചാൽ 66 പുസ്തകങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു ലൈബ്രറിയാണ് ബൈബിൾ എന്ന് പറയുവാൻ കഴിയും. 66 പുസ്തകങ്ങളാണ് ഇതിനകത്ത് ഉള്ളത്. അതിൽ 50-ാമത്തെ പുസ്തകമാണ് ഫിലിപ്പിയ ലേഖനം എന്നുള്ളത്. ഒന്നുകൂടെ പറഞ്ഞാൽ 4 അധ്യായങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. 104 വാക്യങ്ങൾ ഈ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ചരിത്രപരമായ വാക്യങ്ങൾ 96-ഉം പ്രവചനപരമായ വാക്യങ്ങൾ ഏതാണ്ട് 5-ഉം ഒരു ചോദ്യവും ഈ പുസ്തകത്തിൽ അടങ്ങുന്നതാണ്. ആ നിലകളിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു മഹത് ഗ്രന്ഥമാണ് ഫിലിപ്പിയ ലേഖനം എന്ന് പറയുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. ദൈവ വചനത്തിൻ്റെ മാറ്റമില്ലാത്ത മഹത് സത്യങ്ങളെ വ്യക്തമായി നമുക്ക് വേണ്ടി പ്രദർശിപ്പിച്ചിരിക്കുന്നതും തിരുസഭയുടെ ഉപദേശപരമായ കാര്യങ്ങളും, ഒന്നുകൂടെ പറഞ്ഞാൽ തിരുസഭയുടെ അംഗങ്ങളായി കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവരനുവർത്തിക്കേണ്ടതും ചെയ്തെടുക്കേണ്ടതുമായ അനവധി കാര്യങ്ങൾ കാരണസഹിതം ഓർപ്പിച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങളാണ് പ്രത്യേകിച്ച് ലേഖനങ്ങൾ എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ 4 സുവിശേഷങ്ങളുണ്ട്. മത്തായിയുടെ സുവിശേഷം, മർക്കോസിൻ്റെ സുവിശേഷം, ലൂക്കോസിൻ്റെ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം. 4 സുവിശേഷങ്ങൾ. ഈ 4 സുവിശേഷങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിത ചരിത്രമാണ്. ശേഷം നാം കടന്നു വരുമ്പോൾ ആദിമ സഭയുടെ ഉൽപ്പത്തിയും തുടർന്നുള്ള സഭയുടെ വളർച്ചയും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയുമാണ് അപ്പോസ്തല പ്രവൃത്തികൾ എന്നുള്ള പുസ്തകത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. ശേഷം ലേഖനങ്ങൾ ആരംഭിക്കുക. ഒന്നാമത്തെ ലേഖനം റോമാലേഖനമാണ്. റോമാലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം വിശ്വാസത്താലുള്ള നീതീകരണം. തുടർന്ന് നാം ചിന്തിക്കുമ്പോൾ കൊരിന്ത്യർക്കെഴുതിയ 1-2 ലേഖനങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ 2 ലേഖനങ്ങളും ഒരുപോലെ നാം പഠിച്ചാൽ ആക്കി അഴിച്ച് ഗുണിച്ച് ഹരിച്ച്
അത് എടുത്തു നോക്കിയാൽ അതിനകത്തെ വിഷയമെന്ന് പറയുന്നത് വിശുദ്ധീകരണം എന്നുള്ളതാണ്. വിശുദ്ധീകരണം. 1 കൊരിന്ത്യർ, 2 കൊരിന്ത്യർ. തുടർന്ന് വരുന്നത് ഗലാത്യ ലേഖനമാണ്. ഗലാത്യ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് ക്രിസ്തുയേശുവിലുള്ള സ്വാതന്ത്ര്യം എന്നുള്ളതാണ്. ന്യായപ്രമാണത്തിൻ്റെ അടിമത്വത്തിൽ നിന്നും പാപത്തിൻ്റെ അധീനതയിൽ നിന്നും ക്രിസ്തുയേശുവിൽ നൽകപ്പെടുന്ന സ്വാതന്ത്ര്യം എന്നുള്ള വിഷയത്തെ അധികരിച്ചുകൊണ്ട് പൗലൂസ് ഗലാത്യ ലേഖനം എഴുതിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് പഠിക്കാൻ കഴിയും. തുടർന്ന് നാം കാണുന്ന ലേഖനം എഫേസ്യ ലേഖനമാണ്. എഫേസ്യ ലേഖനം ടോട്ടലി നാം പഠിച്ചാൽ അതിനകത്തെ പ്രതിപാദ്യ വിഷയം ആത്മനിറവിൻ ജീവിതം എന്നുള്ളതാണ്. ആത്മനിറവിൻ ജീവിതം. ശേഷം വരുന്ന ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം. ഫിലിപ്പിയ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം നാം മൊത്തമായി എടുത്തു നോക്കിയാൽ ക്രിസ്തുയേശുവിലുള്ള സന്തോഷം എന്നുള്ളതാണ് എന്ന് നമുക്ക് പൊതുവെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അങ്ങനെ ഈ ഓരോ ലേഖനങ്ങളും നമ്മൾ പഠിച്ചാൽ ഇതിനെല്ലാം പ്രത്യേക ടോപ്പിക്കുകൾ, വിഷയങ്ങൾ ഊന്നിയാണ് കർത്തൃദാസന്മാർ, പ്രത്യേകിച്ച് അപ്പോസ്തലനായ പൗലൂസ് അത് എഴുതുവാനിടയായിത്തീർന്നത് എന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. സവിസ്താരമായി അങ്ങനെയുള്ള കാര്യങ്ങൾ വിസ്തരിക്കുവാൻ ഇന്ന് രാത്രി ആ സമയമെടുക്കുന്നില്ല. ഈ ഫിലിപ്പിയ ലേഖനത്തിൻ്റെ പശ്ചാത്തലമായി ചില ചിന്തകൾ അതിൻ്റെ പ്രാരംഭ എപ്പിസോഡ് എന്നുള്ള നിലയിൽ ഈ രാത്രി ഓർപ്പിപ്പാനാണ് കർത്താവിൽ ഞാൻ താല്പര്യപ്പെടുന്നത്. പൗലൂസിൻ്റെ കാരാഗ്രഹ ലേഖനങ്ങൾ എന്നറിയപ്പെടുന്ന 4 ലേഖനങ്ങളുണ്ട്. പ്രത്യേകിച്ച് അപ്പോസ്തലനായ പൗലൂസിനെ സംബന്ധിച്ചിടത്തോളം താന് 1-ാം പ്രാവശ്യം കാരാഗ്രഹത്തിൽ 2 വർഷം തടവിൽ കിടക്കുന്ന ഒരവസ്ഥയുണ്ടായി. ഈ അവസരത്തിൽ താൻ എഴുതിയ ലേഖനങ്ങൾ പ്രത്യേകിച്ച് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. എഫേസ്യ ലേഖനം, ഫിലിപ്പിയ ലേഖനം, കൊലോസ്യ ലേഖനം, ഫിലമോന് എഴുതിയ ലേഖനം. ഈ 4 ലേഖനങ്ങൾ ഈ കാരാഗ്രഹത്തിൽ കിടന്നാണ് പൗലൂസ് എഴുതുവാനിടയായത്. അതിലൊരു ലേഖനമാണ് നാം ധ്യാനിക്കുവാൻ തുടങ്ങുന്ന ഫിലിപ്പിയ ലേഖനം. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് എഴുതിയ ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം എന്നുള്ള കാര്യം നാം ഓർക്കണം. സുവിശേഷ നിമിത്തം കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോൾ നമുക്കറിയാം സ്വാതന്ത്ര്യമൊന്നുമില്ല. എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഹനിക്കപ്പെട്ടു. പരസ്യമായി പ്രസംഗിക്കുകയും അനേകരെ സൗഖ്യമാക്കുകയും അത്ഭുതങ്ങളും അടയാളങ്ങളും ശുശ്രൂഷകളും ഒക്കെ നിവർത്തിച്ചു കൊണ്ടിരുന്ന ദൈവദാസനെ പിടിച്ച് കാരാഗ്രഹത്തിൽ ഇടുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും തീരുകയാണ്, അവിടം കൊണ്ട് ഒതുങ്ങുക. എന്നാൽ കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോഴാണ് സഭയുടെ സ്വർണ്ണ ഖനികൾ എന്ന് പറയുവാൻ കഴിയുന്ന ലേഖനങ്ങൾ താന് എഴുതുവാനിടയായിത്തീർന്നത്. ദൈവസഭ ആ നിലകളിൽ വളരേണ്ടതിനും ഉയരേണ്ടതിനും ദൈവത്തിങ്കൽ നിന്ന് പ്രാപിച്ച അനുഗ്രഹിക്കപ്പെട്ട ഉപദേശപരമായ സത്യങ്ങളും ദൈവവചനത്തിൻ്റെ മാറ്റമില്ലാത്ത ദൈവസഭയ്ക്കുള്ള സന്ദേശങ്ങളും ഈ കാരാഗ്രഹത്തിനകത്ത് വെച്ച് പൗലൂസിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തതാണ് ഈ അനുഗ്രഹിക്കപ്പെട്ട ലേഖനം എന്ന് പറയുന്നത്. ഒരു സന്ദേശം കൂടെ ഞാൻ ഇതിനകത്ത് ചേർത്ത് പറയാം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രതികൂലങ്ങളും കാരാഗ്രഹങ്ങളും പ്രതിസന്ധികളും ഒരു ദൈവപൈതലിനെ തകർക്കയല്ല, മറിച്ച് അതിനകത്തൂടെ ചില ദൈവപ്രവർത്തികൾക്ക് വേണ്ടി പിന്നെയും തൻ്റെ ദാസന്മാരെ ദൈവം ഒരുക്കുകയാണ്. നോക്കണം, കാരാഗ്രഹത്തിനകത്ത് പൗലൂസ് കിടക്കുമ്പോൾ സഭയ്ക്ക് വേണ്ടി എഴുതപ്പെട്ട അതിമനോഹരമായ ലേഖനങ്ങൾ. എന്തിനേറെ പറയണം, നമുക്കറിയാവുന്ന ചരിത്രമായി യോഹന്നാൻ പത്മോസ് എന്ന് പറയുന്ന ഏകാന്ത ദ്വീപിൽ, ഈജിയൻ കടലിന്റെ 40 മൈൽ അകലെയുള്ള പത്മോസ് എന്ന് പറയുന്ന ദ്വീപിൽ നാടുകടത്തപ്പെട്ടു.
നമുക്കറിയാം യോഹന്നാനെ കൊല്ലുവാൻ ഡൊമീഷ്യൻ ചക്രവർത്തി തിളപ്പിച്ച എണ്ണയിലിട്ടെന്നും ഒരു മീനിനെ പോലെ എണ്ണയ്ക്ക് പുറത്ത് കിടന്നെന്നുമൊക്കെ ചരിത്രം പറയുന്നുണ്ട്. ആ നിലകളിൽ തന്നെ കൊല്ലുവാൻ കഴിയാതെ വന്നപ്പോൾ പത്മോസ് എന്ന ദ്വീപിലേക്ക് തന്നെ നാട് കടത്തി. അവിടെ വമ്പം പാറകളും പാമ്പിൻ പുറ്റുകളും കഴുകന്മാര് വട്ടമിട്ട് പറക്കുന്ന കല്ലോലമാലകളുടെ ശബ്ദം മാത്രം മുഴങ്ങിക്കേൾക്കുവാൻ കഴിയുന്ന ആ ഏകാന്ത തടവറയിൽ അനേകര് പിടഞ്ഞു വീണ് മരിച്ച് അവരുടെ മാംസം കൊത്തി തിന്നിട്ട് അസ്ഥികഷ്ണങ്ങൾ മാത്രം അവിടെ ഉണ്ടെങ്കിൽ കിടപ്പുണ്ട്. അല്ലാതെ മറ്റാരെയും അവിടെ കാണുവാനില്ല. വട്ടമിട്ട് കഴുകൻ പറക്കുക. താൻ അടുത്ത നിമിഷം കൊത്തി തിന്നണ്ട ഒരുവനാണ് ഇരിക്കുന്നതെന്നുള്ള ചിന്തയിൽ കഴുകൻ യോഹന്നാന് ചുറ്റും വട്ടമിട്ട് പറക്കുന്നുണ്ട്. എന്നാൽ ഈ പത്മോസിന്റെ തടവറ തന്റെ ദാസന് ദൈവം ദർശനങ്ങളുടെ തടവറയാക്കി മാറ്റി, ദർശനങ്ങളുടെ കലവറയാക്കി മാറ്റി. അവിടെ വെച്ചാണ് വെളിപ്പാട് പുസ്തകം പുറത്തു വന്നത്. സഭയുടെ ഭാവി പ്രത്യാശ, ദൈവമക്കൾക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന അവരുടെ നിത്യതയെക്കുറിച്ച്, ഭാവി പ്രത്യാശയെക്കുറിച്ച് യോഹന്നാനെ വെളിപ്പെടുത്തി കിട്ടിയത് മറ്റെങ്ങുമായിരുന്നില്ല, ആ പത്മോസിന്റെ തടവറയിൽ വെച്ചായിരുന്നു. ഞാൻ എന്തിനാ ഇത് പറഞ്ഞത് ചോദിച്ചാൽ, ദൈവമക്കൾ ഓർക്കണം, പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും തടവറകളും വേദനകളും സുവിശേഷത്തിന് വിരോധമായ എതിരുകളും കഷ്ടങ്ങളും ഒക്കെ നമുക്ക് ഈ ലോകത്തിലുണ്ട്. ഇതൊന്നുമില്ലാത്തൊരിടത്തേക്കല്ല നാം ആയിരിക്കുന്നത്. നമ്മുടെ കർത്താവ് പറഞ്ഞൊരു വാക്ക് ഞാൻ എടുത്തുദ്ധരിക്കട്ടെ: ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ജയമെടുത്ത കർത്താവിൻ്റെ ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ സകല പ്രതിസന്ധികളുടെ മേലും ജയമെടുക്കുവാൻ നമുക്ക് കഴിയും. നമ്മുടെ കർത്താവ് ജയിച്ചവനാ, അവൻ തോറ്റവനല്ല. പ്രശ്നങ്ങളുടെ നടുവിൽ അവൻ ജയമെടുത്തവനാ, ക്രൂശിൽ ജയോത്സവം കൊണ്ടാടിയവനാ. പിശാചിനെ അവന്റെ അധികാരം ആയുധ വർഗം വെപ്പിച്ച് അവന്റെ മേൽ ജയോത്സവം കൊണ്ടാടിയ കർത്താവാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഓർക്കണം, പ്രതികൂലങ്ങൾ ദൈവമക്കൾക്ക് എന്താ? അത് അവർക്ക് സ്തോത്രം പൂമത്തയാക്കി അനുഗ്രഹമാക്കി മാറ്റുന്ന ഒരു നല്ല കർത്താവ് ഉള്ളത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരിക്കൽ ശ്രദ്ധിക്കപ്പെട്ടൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഒരു തയ്യക്കാരനിങ്ങനെ ഒരു തുണി ഇങ്ങനെ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തയ്ച്ചുകൊണ്ടിരിക്കുക. കണ്ടു നിന്ന് കഴിഞ്ഞപ്പോൾ തോന്നിയത് അരോചകമായിട്ട് തോന്നി. ഇതിൻ്റെ ഇങ്ങനെ ആ സൂചിയെ ഓടിച്ചുകൊണ്ടിരിക്കുക, ഒരു തുണിക്കകത്തൂടെ വട്ടം ഓടിച്ചുകൊണ്ടിരിക്കുക. ഇതെന്തായി ചെയ്യുന്നത് എന്ന് വളരെ ശ്രദ്ധിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ചില നിമിഷങ്ങൾ ഈ സൂചി ഇങ്ങനെ ഈ തുണിക്കകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുക. ചില മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ അതൊന്ന് തിരിച്ചിട്ട്, ഈ തയ്ച്ചുകൊണ്ടിരുന്നതേ തിരിച്ചിട്ട് കഴിഞ്ഞപ്പോൾ കണ്ടത് മനോഹരമായൊരു പുഷ്പമാണ്. കണ്ടോ, ഒരു തുണിക്കകത്ത് തുണി ചേർത്ത് വെച്ച് മനോഹരമായൊരു പുഷ്പത്തെയാണ് ഇദ്ദേഹം എന്ത് ചെയ്തത്? ഈ തയ്ച്ചു കൊണ്ടിരുന്നത്. ഈ സൂചി കയറി ഇറങ്ങുമ്പോൾ നമുക്ക് തോന്നി, ഇതെന്തൊരു ഇടപാടാ തമ്പുരാനെ, ഇത്രയും സൂചി ഇത്രയും സമയത്ത് ഇതിലൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങുമ്പോൾ ഇതെന്നാ ഇടപാടാന്ന് നമുക്ക് തോന്നിപ്പോയി. പക്ഷേ സംഗതി മറിച്ചിട്ടപ്പോഴാണ് മനസ്സിലായത്, മനോഹരമായൊരു പുഷ്പമാണ്. ഇതുപോലെയാണ് കഷ്ടതയാകുന്ന സൂചി പലപ്പോഴും നമ്മുടെ ശരീരത്തിലൂടെ, നമ്മുടെ ജീവിതത്തിലൂടെ കയറി ഇറങ്ങുമ്പോൾ പലപ്പോഴും നമുക്ക് തോന്നും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതിസന്ധികൾ ഒന്നിനു മീതെ ഒന്നായി കടന്നു വരുമ്പോൾ. എന്നാൽ ഞാൻ പറയാം, ഇതെല്ലാം ഒരു അനുഗ്രഹത്തിന് വേണ്ടിയാണെന്നുള്ളത് തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, കാലാഗ്രഹം എന്ന് പറയുന്നത് ഒരു അനുഗ്രഹിക്കപ്പെട്ട ലേഖനം പുറത്തു കൊണ്ടുവരത്തക്ക നിലയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ ദാസനായ പൗലോസിനെ മുഖാന്തരമാക്കി തീർത്തു. ഇതുപോലെ പ്രതികൂലങ്ങൾ ദൈവമക്കൾക്ക് ദൈവം ഒരുക്കി തരുന്നത് അനുകൂലമായ ചിലതിനെ പുറത്തു കൊണ്ടുവരാനാണ്. ഈ ഫിലിപ്പിയ ലേഖനത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഇത് കാരാഗ്രഹ ലേഖനമാണ്, അനുഗ്രഹിക്കപ്പെട്ട ലേഖനമാണ്. പ്രത്യേകിച്ച് ക്രിസ്തുശാസ്ത്രപരമായി വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ലേഖനം കൂടെയാണ് ഫിലിപ്പിയ ലേഖനം.
കർത്താവിൽ സന്തോഷിപ്പീൻ, പിന്നെയും സന്തോഷിപ്പീൻ എന്ന് പറഞ്ഞ് ക്രിസ്തുവേശുവിലുള്ള സന്തോഷത്തെക്കുറിച്ച് അധികമായിട്ട് ഇതിനകത്ത് ഓർപ്പിക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണെങ്കിലും ക്രിസ്തുശാസ്ത്രപരമായി പ്രാധാന്യമർഹിക്കുന്ന ഒരു ലേഖനം കൂടെയാണ് ഫിലിപ്പിയ ലേഖനം. ഒന്നുകൂടെ പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സ്വയം പരിവർജന സിദ്ധാന്തം ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തെ ആധാരമാക്കിയാണ് രൂപം കൊടുത്തിരിക്കുന്നത്. കേട്ടോ, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. കേട്ടോ, വേഷത്തിൽ മനുഷ്യനായി ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി. ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വയം പരിവർജന സിദ്ധാന്തം രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്നത്, മനസ്സിലാക്കുവാൻ കഴിയുന്നത്, അതിനാധാരമാക്കിയിരിക്കുന്നത് ഈ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ നിന്നാണ് എന്ന് നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് ഈ ലേഖനത്തിൻ്റെ ക്രിസ്തു ശാസ്ത്ര സംബന്ധമായിട്ടുള്ള പ്രാധാന്യം നമുക്ക് ആ നിലയിൽ ഗ്രഹിക്കുവാനായിട്ട് കഴിയും. മാത്രമല്ല, ഈ ലേഖനം മൊത്തമായി നമ്മൾ പഠിച്ചാൽ നീതീകരണം, ശുദ്ധീകരണം, തേജസ്കരണം, ഈ 3 വിഷയങ്ങളെ കൂടെ ഊന്നി ഇതിനകത്ത് ഓർപ്പിക്കുന്ന പല വാക്യഭാഗങ്ങളും നമുക്ക് ഇതിനകത്തു നിന്ന് ചിന്തിക്കാനും ധ്യാനിക്കുവാനുമായിട്ട് കഴിയും. നീതീകരണത്തെക്കുറിച്ചും ശുദ്ധീകരണത്തെക്കുറിച്ചും തേജസ്കരണത്തെക്കുറിച്ചും ഓർപ്പിക്കുന്ന ചിന്തകൾ ഈ ലേഖനത്തിൽ ആദിയോടന്തം നമുക്ക് പഠിക്കുവാനും മനസ്സിലാക്കുവാനുമായിട്ട് കഴിയും. ആ നിലകളിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം എന്ന് നാം മനസ്സിലാക്കണം. ഈ സ്ഥലത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ സവിസ്താരമായി വിസ്തരിക്കുവാനുള്ള സമയം ഞാൻ എടുക്കുന്നില്ല. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ പിതാവായ ഫിലിപ്പ് രാജാവ് BC 353 പിടിച്ചടക്കി തൻ്റെ പേരിട്ട പട്ടണമാണ് ഫിലിപ്പി എന്ന് പറയുന്നത്. അലക്സാണ്ടറിന്റെ പിതാവ് തൻ്റെ പേരിൽ തന്നെ അറിയപ്പെടുന്ന ഒരു പട്ടണം BC 353 ആ നിലകളിൽ പിടിച്ചടക്കിയ ഒരു പട്ടണമാണ് ഫിലിപ്പി എന്ന് പറയുന്ന ഈ പട്ടണം. തുടർന്ന് നമുക്കറിയാം, ഇതിനെ നല്ല നിലയിൽ പണിതെടുക്കുവാനിടയായി. പിൽക്കാലത്ത് അഗസ്തോസ് കൈസർ അതിനെ ഒരു പട്ടാള കേന്ദ്രമായി രൂപപ്പെടുത്തി. പൗലോസിന്റെ കാലത്ത് അതൊരു സൈനിക കേന്ദ്രമായിരുന്നു എന്ന് നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. ഏകദേശം AD 51 പൗലോസ് ആദ്യമായി ഫിലിപ്പിയിൽ വന്നത്. പൗലോസ് ഫിലിപ്പിയിൽ വന്നതിന് ശേഷം തൻ്റെ ശുശ്രൂഷയ്ക്ക് ശേഷം ഏതാണ്ട് 10 വർഷം കഴിഞ്ഞ് എഴുതിയ ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം എന്നുള്ളതും പഠിക്കുമ്പോൾ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അങ്ങനെയുള്ള ഈ ഫിലിപ്പിയ പട്ടണത്തിൽ ദൈവസഭയ്ക്ക് തുടക്കം കുറിച്ച ചരിത്രം അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഫിലിപ്പിയിലേക്ക് ദൈവദാസനായ പൗലൂസും തൻ്റെ ഭൃത്യന്മാരായ ശീലാസും തീമത്യോസും ഒക്കെ കടന്നു വന്ന ചരിത്രം അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം അതിൻ്റെ 16-ാം അധ്യായത്തിലാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് നാം പഠിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലൂസിന്റെ 2-ാം മിഷണറി യാത്രയിൽ ഏതാണ്ട് AD 52 1-ാം മിഷണറി യാത്രയിൽ സ്ഥാപിച്ച സഭകളെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കുവാനും അവരുടെ ആത്മീയ അനുഭവങ്ങൾ എങ്ങനെ ഇരിക്കുന്നു, മാത്രമല്ല അവരെ സഭകളെയൊക്കെ ഒന്ന് ഉറപ്പിക്കാനും സുവിശേഷം അറിയിപ്പാനുമൊക്കെയായി പൗലൂസും തന്നോടുകൂടി ഒരു ചെറിയ ടീമും പുറപ്പെടുകയാണ്. 16-ാം അധ്യായത്തിലെ കാര്യം നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. അങ്ങനെ
പൗലൂസ്, ശീലാസ്, തീമത്തിയോസ് അപ്പോസ്തല പ്രവൃത്തി 16:9 വരുമ്പോൾ ഞങ്ങളും എന്നൊരു പദം കൂടെ കാണുന്നുണ്ട്. അപ്പോൾ ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതിയ ലൂക്കോസും കൂടെ ആ കൂടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും. ആ നിലകളിൽ അവര് മുൻപോട്ട് വരുന്ന കാഴ്ച നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ മുൻപോട്ട് വന്ന് ത്രോവാസിൽ അവരെത്തി. ത്രോവാസിൽ വന്നപ്പോൾ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, അവരെ വിലക്കി. എന്ത് വിലക്കി? ആസിയയിൽ വചനം പ്രസംഗിക്കണ്ട. കണ്ടോ, പരിശുദ്ധാത്മാവ് വിലക്കി എന്നൊരു പദം നമുക്കിവിടെ കാണുവാൻ കഴിയും. അപ്പോൾ അവർ ചിന്തിച്ചു, അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് വിലക്കിയെങ്കിൽ ബിഥുന്യയ്ക്ക് പോയേക്കാമെന്നവർ കരുതി. അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദമുണ്ട്, ബിഥുന്യയ്ക്ക് പോകുവാനും പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നില്ല? സമ്മതിച്ചില്ല. രണ്ടാമത്തെ മിഷണറി യാത്രയുള്ള ബന്ധത്തിൽ അവരാഗ്രഹിച്ച ചില സ്ഥലങ്ങളിലേക്ക് പോകുവാൻ അവർ ഒരുങ്ങി തയ്യാറായി. പക്ഷേ പരിശുദ്ധാത്മാവ് അതിനെ തടഞ്ഞു. ബിഥുന്യയിലേക്ക് പോകാൻ സമ്മതിച്ചില്ല. ആസിയയിൽ വചനം പ്രസംഗിക്കരുതെന്ന് വിലക്കി. അങ്ങനെ ഇരിക്കെ പൗലൂസ് രാത്രിയിൽ ഒരു ദർശനം കണ്ടു. മക്കദോന്യക്കാരനായ ഒരു മനുഷ്യൻ വിളിക്കുന്നു, വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് പറഞ്ഞ് ഒരു മനുഷ്യൻ വിളിക്കുന്ന ദർശനം രാത്രിയിൽ പൗലൂസ് കാണുകയുണ്ടായി. ശ്രദ്ധിക്കണമേ, സുവിശേഷത്തിന് വേണ്ടി ദൈവം ആഗ്രഹിക്കുന്ന അളവിലൊരു ചാല് തുറന്നു കൊടുക്കുന്ന കാഴ്ച നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. അവരുടെ താല്പര്യത്തിന് വേണ്ടി അവർ ആസിയയിൽ വചനം പ്രസംഗിക്കുവാനും ബിഥുന്യയിലേക്ക് പോകുവാനും ത്രോവാസിൽ എത്തി ആ നിലകളിൽ കാര്യങ്ങളൊക്കെ ക്രമീകരിപ്പാനൊക്കെ ആഗ്രഹിച്ചെങ്കിലും അവരെ പരിശുദ്ധാത്മാവ് പലതും സമ്മതിച്ചില്ല. ഇന്നും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവിൻ്റെ നിയോഗമാണ് സുവിശേഷത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവദാസന്മാരെ ഒരുക്കി അയക്കുന്നത്. നമ്മുടെ ബുദ്ധിയിലും ചിന്തയിലും താല്പര്യത്തിലും പല കാര്യങ്ങളും നമ്മൾ ക്രമീകരിക്കാറുണ്ടെങ്കിലും ആത്മാവിൻ്റെ നിയോഗം എന്ന് പറയുന്നത് ഇന്നും പ്രാർത്ഥിക്കുന്നവർക്ക് ദർശനമായി, അരുളപ്പാടായി, ആലോചനയായി സ്വർഗം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ആലോചന തീർന്നെന്നും ആ ശബ്ദം തീർന്നെന്നും ഇന്ന് പരിശുദ്ധാത്മാവ് സംസാരിക്കുകയായിരുന്നു ഒക്കെ പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. പോട്ടെ, ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം, രാത്രിയിൽ ഒരു ദർശനം ഇവർക്കുണ്ടായി. മക്കദോന്യ മാസിഡോണിയക്കാരനായ ഒരു മനുഷ്യൻ വിളിക്കുന്നു. അതനുസരിച്ചാണ് ഈ പ്രിയപ്പെട്ടവർ എവിടെ വന്നത്? സ്തോത്രം, ഫിലിപ്പിയിലേക്ക് വന്നത്. ഫിലിപ്പിയിലേക്ക് വരുവാനുള്ള കാരണം പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പാണ്. ചിലതൊക്കെ വിലക്കുമ്പോൾ, ചിലത് സമ്മതിക്കാതെ വരുമ്പോൾ, ചില കാര്യങ്ങളൊക്കെ നടക്കാതെ വരുമ്പോൾ ഒരു കാര്യം ഞാൻ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒരു ദൂതായി ഞാൻ പറയാം. ഇതിൻ്റെ പുറകിൽ ദൈവത്തിന് നിനക്ക് വേണ്ടി ഒരത്ഭുത വഴിയുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. ചില കാര്യങ്ങൾ നടക്കുന്നില്ല, പോകാൻ പറ്റുന്നില്ല, വിലക്കാണ്, തടസ്സമാണ്, സാഹചര്യങ്ങൾ അനുകൂലമല്ല, ആഗ്രഹിച്ചിട്ട് നടക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം ഓർക്കണം, അതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു വഴിച്ചാലുണ്ട്, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവത്തെ കാത്തിരിക്കണം, ദൈവസന്നിധിയിൽ മുട്ടുകുത്തണം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ തടയപ്പെടുന്ന വിഷയം എന്തുകൊണ്ട് ഇതിന് തടസ്സമുണ്ടായി? എന്തുകൊണ്ടാണ് പ്രതികൂലമുണ്ടായത്? എന്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടായത്? സ്വർഗം ഒരു വഴിച്ചാൽ അതിൻ്റെ പുറകിൽ തുറന്നിരിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണ് പൗലൂസും തൻ്റെ കൂടെയുള്ള ശീലാസും തീമത്യോസുമൊക്കെ എവിടെ വന്നത്? ഫിലിപ്പിയിൽ വന്നെത്തുവാനിടയായിത്തീർന്നത്. ദൈവിക ദർശനപ്രകാരം തങ്ങളുടെ രണ്ടാം മിഷണറി യാത്രയിൽ ഇവരെ ഫിലിപ്പിയിൽ വന്നെത്തി. അങ്ങനെ നാം പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് സവിസ്താരമായി അതിൻ്റെ തുടക്കമാണല്ലോ, അതിൻ്റെ സ്തോത്രം പശ്ചാത്തലമായിട്ടാണല്ലോ ഞാൻ ഈ കാര്യങ്ങൾ വിസ്തരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സ്തോത്രം അടുത്ത ക്ലാസ്സുകളിലൊക്കെ നമ്മൾ സവിസ്താരമായ ആ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കും. ആ നിലകളിൽ ഇവർ ഫിലിപ്പിയിൽ വന്നെത്തി കഴിഞ്ഞപ്പോൾ
സാധാരണ ഈ പൗലോസ് ചെല്ലുന്നിടത്തൊക്കെ ഈ സിനഗോഗ് എന്ന് പറയുന്ന യഹൂദന്മാരുടെ ചെറിയ പള്ളികളുണ്ട്. യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഈ കുറച്ച് പേര് സിനഗോഗ് പണിയണമെങ്കിൽ 10 യഹൂദ പുരുഷന്മാരെങ്കിലും ഉണ്ടായിരിക്കണമെന്ന് ആ ദേശത്ത്. അങ്ങനെയുള്ള ആളുകളെ അവർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ന്യായപ്രമാണം വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ഒരുക്കപ്പെടുന്ന ചെറിയ പള്ളികളെയാണ് സിനഗോഗുകൾ എന്ന് പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലും നമ്മൾ പലയിടത്തും സിനഗോഗുകൾ പള്ളി എന്ന് കാണുന്ന ഭാഗം വലിയ യെരുശലേം പള്ളിയെക്കുറിച്ചല്ല, മറിച്ച് സിനഗോഗുകളെ കുറിച്ചാണ്. ഇവരെ ഫിലിപ്പിയ പട്ടണത്തിൽ വന്നപ്പോൾ അവരാദ്യം അന്വേഷിച്ചത് അവിടെ പള്ളിയുണ്ടോ, സിനഗോഗുണ്ടോ, യഹൂദന്മാർ ഒരുമിച്ച് കൂടുന്ന സ്ഥലമുണ്ടോ എന്ന. പക്ഷെ അവിടെ വന്നപ്പോൾ യഹൂദന്മാർ ഒരുമിച്ച് കൂടുന്ന ഒരു സിനഗോഗോ പള്ളിയോ ഫിലിപ്പിയിലില്ല. എന്നാൽ നാം ഇങ്ങനെ വായിക്കുന്നു, പുഴവക്കത്തേക്ക് അവരെത്തി. പുഴവക്കെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് കേവലം ഇങ്ങനെ പുഴ ഒഴുകുന്ന ഒരു സ്ഥലത്തിൻ്റെ സൈഡിൽ എവിടെയോ നിന്ന് പ്രാർത്ഥിച്ചെന്നോ പ്രസംഗിച്ചെന്നോ ആയിരിക്കാം. പക്ഷേ അതിനെക്കുറിച്ച് പഠിച്ചു നോക്കിയാൽ മനസ്സിലാകും അതൊരു ചെറിയ ഓഡിറ്റോറിയം പോലുള്ള സ്ഥലമാണ്. പ്രാർത്ഥനയ്ക്ക് വേണ്ടിയും ആരാധനയ്ക്ക് വേണ്ടിയും ആളുകൾക്ക് വന്നിരുന്ന് അവസരങ്ങൾ വിനിയോഗിക്കത്തക്ക നിലയിൽ ശബത്ത് നാളിൽ അങ്ങനെയുള്ള ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. ഏതായാലും അങ്ങനെയുള്ള സ്ഥലത്തേക്ക് ഈ ദൈവദാസന്മാർ വന്നു. അവിടെ നിന്നുകൊണ്ട് അവർ ദൈവവചനം പ്രസംഗിക്കാൻ തുടങ്ങി. ദൈവവചനം പ്രസംഗിച്ചപ്പോൾ അനേകരവിടെ വന്നിട്ടുണ്ട്. അവരുടെ ഉള്ളങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ ഇടപെടുമ്പോൾ നമുക്കറിയാം വ്യക്തമായി ഒരു സ്ത്രീയുടെ ഉള്ളത്തിൽ, ലൂഥിയ എന്നാണ് ആ സഹോദരിയെക്കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ട് കഴിയുന്നത്. ആ സ്ത്രീയുടെ ഹൃദയത്തെ പരിശുദ്ധാത്മാവ് അങ്ങ് തുറന്നു. ദൈവവചനം ശ്രദ്ധിക്കുവാൻ തക്കവണ്ണം തുയത്തൈരക്കാരിയായ രക്താംബരം വിറ്റുകൊണ്ടിരിക്കുന്ന ലൂഥിയ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ഹൃദയത്തെ പരിശുദ്ധാത്മാവ് അങ്ങ് തുറന്നു. പരിശുദ്ധാത്മാവ് തുറന്നു കഴിഞ്ഞപ്പോൾ ഇവൾക്ക് വചനം കേൾക്കണമെന്നുള്ള ആഗ്രഹമായി പൗലോസ് വചനം ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നപ്പോൾ പൗലോസ് ശുശ്രൂഷിച്ച അവൻ പരിശുദ്ധാത്മാവിനാൽ അറിയിച്ച വചനം അവളുടെ അകത്തേക്ക് കയറി ഇറങ്ങി. യേശു അവളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു. യേശു മൂലമുള്ള വിടുതൽ വെളിപ്പെട്ടു. അവളുടെ ഹൃദയം തുറന്നു എന്ന് എഴുതിയിരിക്കുന്നത്. ദൈവവചനത്തിന് വേണ്ടി അവളുടെ ഹൃദയം തുറന്നു. പരിശുദ്ധാത്മാവ് അവളുടെ ജീവിതത്തിൽ ശക്തമായി പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെ പരിശുദ്ധാത്മാവ് അവളുടെ ഹൃദയം തുറന്ന് അവളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ അവളുടെ വീട് ദൈവത്തിന് വേണ്ടി തുറന്നു. സ്തോത്രം. കേവലം ഒരു സ്ത്രീ എന്നുള്ള നിലയേക്കാൾ രക്താംബരം വിൽക്കുന്ന സ്ത്രീ എന്ന് പറയുന്നത് ഉന്നത ധനികയായൊരു സ്ത്രീയാണെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അവളെ സംബന്ധിച്ചിടത്തോളം ധനവും മാനവും ആ നിലകളിൽ ഉയർച്ചയുമുള്ള ഒരു ഉന്നത കുലജാതയായ സ്ത്രീയായിരുന്നു എന്ന് അതിനെക്കുറിച്ച് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. ആ നിലകളിൽ പണവും സൗകര്യവും ക്രമീകരണവും വീടും ഒക്കെയുള്ള ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് യേശു രക്ഷകനാണെന്ന് മനസ്സിലായി. ഹൃദയം തുറന്ന് യേശുവിന് വേണ്ടി തന്നെ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഈ ദൈവദാസന്മാരോട് പറഞ്ഞു, വന്നാട്ടെ, എൻ്റെ വീട്ടിലേക്ക് വന്നാട്ടെ. അങ്ങനെ ആ വീട്ടിലേക്ക് ചെന്നപ്പോൾ വീട് അവർക്ക് വേണ്ടി തുറന്നു. അവൾക്ക് മനസ്സിലായി ഇത് യഥാർത്ഥമായ ദൈവവചന സത്യമാണ് ഈ പറയുന്നത്, ആത്മീയ വചനങ്ങളാണ് ഈ പറയുന്നത്, ദൈവിക സത്യങ്ങളാണ് ഈ പറയുന്നതെന്ന് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് അവളുടെ ഹൃദയവും അവളുടെ വീടും കർത്താവിന് വേണ്ടി തുറന്നു. ആമേൻ. ഞാൻ ചോദിക്കട്ടെ, യേശുവിൻ്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വന്നാൽ, ഹൃദയം തുറന്ന് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ അവിടം കൊണ്ട് തന്നെ നിൽക്കത്തില്ല. പണ്ടൊരു വല്യമ്മച്ചിയോട് പറഞ്ഞു, യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വല്യമ്മച്ചി പറയാ, യേശു വരുവോ ഇരിക്കുവോ കിടക്കുവോ ഒക്കെ ചെയ്യട്ടെ, ഞാനങ്ങ് തുറന്നിട്ടിരിക്കുക എന്നാ പറഞ്ഞു. ചിലരങ്ങനെയാ, യേശു വരുവോ ഇരിക്കുവോ കിടക്കുവോ, അങ്ങനൊന്നും യേശു വന്ന് കിടക്കുകയൊന്നുമില്ല. ചിലരുടെ ധാരണ ഇങ്ങനെ കൊണ്ട് അതും കൊള്ളാം ഇതും കൊള്ളാം. ഞാനിങ്ങനെ യേശുവിനെ കുറിച്ച് കേൾക്കുന്നുണ്ട്, അതുപോലെ തന്നെ പലതും കേൾക്കുന്നുണ്ട്. ഹൃദയം വേണമെങ്കിൽ അങ്ങനെ തുറന്നേക്കാം. ഞങ്ങൾ ഇലഞ്ഞിക്കടുത്തൊരു സ്ഥലത്ത് ഒരു ടീമിൻ്റെ പ്രധാനിയായി ഞാനും ചില വർഷങ്ങൾ പ്രവർത്തിച്ചതാണ്. അപ്പോൾ അവിടുത്തെ ഒരു ഡോക്ടറുണ്ട്, എലിയാസ് ഡോക്ടർ എന്ന് പറയും, വേജിയിലെ ചർച്ചിലെ ഒരു പ്രധാനപ്പെട്ട ആൾ. അദ്ദേഹം ഡോക്ടറായിരുന്നു.
അദ്ദേഹത്തിൻ്റെ മാതാവും പിതാവും അവിടെ ഇടയാറെന്ന് പറയുന്ന സ്ഥലത്ത് പള്ളി പണിത് കൊടുത്ത ആളുകളാണ്. അവിടുത്തെ യാക്കോബ പള്ളി അവരാണ് പണിത് കൊടുത്തത്. ഉന്നത കുടുംബത്തിലുള്ളവരും വലിയ പണമുള്ളവരുമാണ്. അപ്പോൾ ഈ ഏലിയാസ് ഡോക്ടർ വിശ്വാസിയാണ്, അവർ കുടുംബമായി വിശ്വാസികളാണ്. അവരാണ് ഈ കൺവെൻഷൻ നടത്തുന്നത്. കൺവെൻഷൻ നടത്തുമ്പോൾ ഈ അമ്മച്ചിയും അച്ചാനെയും കൊണ്ടുവന്നിരുത്തും. അപ്പോൾ പ്രസംഗം കഴിയുമ്പോൾ നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട ഉന്നത പ്രസംഗികരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെയാണ് കൊണ്ടുവരുന്നത്. പ്രസംഗം കഴിയുമ്പോൾ ഈ അമ്മച്ചി കൈവെക്കും. എല്ലാ പ്രസംഗത്തിനും 7 ദിവസവും അമ്മച്ചി കൈവെക്കും. ഞാനൊരു ദിവസം അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി രക്ഷിക്കപ്പെട്ടിട്ടാണോ ഈ കൈവെക്കുന്നത്? അപ്പോൾ അമ്മച്ചി എന്നോട് പറഞ്ഞു, എടാ എൻ്റെ മോനെ, ദൈവദാസനെ, ഞാനൊരു കാര്യം പറയാം. ഏലിയാച്ചൻ ഇത്രയും കാശ് മുടക്കി ഒരു യോഗം നടത്തുമ്പോൾ കൈ പൊക്കാൻ ഞാനെങ്കിലും ഒന്ന് പൊക്കിയില്ലെങ്കിൽ എങ്ങനെയാന്ന് ഓർത്ത് പൊക്കിയതാന്ന് പറഞ്ഞു. ഏലിയാച്ചൻ ഈ കാശ് മുടക്കി യോഗം നടക്കുമ്പോൾ ഒരാളെങ്കിലും രക്ഷിക്കപ്പെടണേ എന്ന് പറയുമ്പോൾ ഒരു കോലം കാണിച്ചില്ലെങ്കിൽ എങ്ങനെയാന്ന് ഓർത്ത് കൈപൊക്കുക എന്ന് പറയും. അങ്ങനെ കൈപൊക്കുന്ന പുള്ളികളുണ്ടെന്ന്. ഏലിയാച്ചൻ യോഗം നടത്തുമ്പോൾ കോലം കാണിക്കാൻ വേണ്ടി അമ്മച്ചി കൈപൊക്കിയതുപോലെ അങ്ങനെ കൈപൊക്കിയിട്ട് കാര്യമില്ല. ഹൃദയം മനസ്സോടെ തുറക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘമാക്കുന്നില്ല, സമയത്തിൻ്റെ പരിമിതി എൻ്റെ മുൻപിലുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ഫിലിപ്പിയ സഭയിലെ ആദ്യത്തെ വിശ്വാസി ആരാന്നറിയാമോ? ഈ തുയത്തൈരക്കാരിയായ ലൂത്തിയായാണ്. അവളെയാണ് കർത്താവ് ആ സഭയിലെ ആദ്യത്തെ വിശ്വാസിയായിട്ട് രക്ഷിക്കപ്പെടുത്തി ഹൃദയം തുറന്ന് കർത്താവിന് വേണ്ടി മുൻപോട്ട് വരുവാനിടയായി തീർന്നത്. സഹോദരിമാർക്ക് വേണ്ടി ദൈവം കൊടുത്തിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട പദ്ധതികളും പ്ലാനുകൾക്കുമൊക്കെയായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ സഭയുടെ ഒന്നാമത്തെ കല്ല് ഈ സഹോദരിയാണ്. തൻ്റെ ഹൃദയം തുറന്നു, മനസ്സ് തുറന്നു, വീട് തുറന്നു, കർത്താവിന് വേണ്ടി തന്നെ സമർപ്പിച്ചു. അങ്ങനെ പൗലൂസിൻ്റെ ശുശ്രൂഷ, പൗലോസും ശീലാസും തീമത്യോസുമൊക്കെ ആ ഫിലിപ്പിയ പട്ടണത്തിൽ ചെയ്യുവാൻ തക്കവണ്ണം ആരംഭം കുറിച്ചു. അങ്ങനെയാണ് ഫിലിപ്പിയ സഭയുടെ ആരംഭം കുറിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിന് വേണ്ടി ഹൃദയം തുറക്കാത്തവർ ഹൃദയം തുറക്കണം, ഭവനം തുറക്കാത്തവർ ഭവനം തുറക്കണം, ജീവിതം ഏൽപ്പിക്കപ്പെടാൻ കഴിയാത്തവർ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെയുണ്ട്. ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഇന്ന് ഈ ക്ലാസ്സിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അത് അനുഗ്രഹമായി തീരട്ടെ. ഈ മിനിസ്ട്രിയുള്ള ബന്ധം നടക്കുന്ന ശുശ്രൂഷകളിൽ നിങ്ങളെ സ്നേഹപൂർവ്വം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സ്വർഗീയ പിതാവേ, ഈ വചനം കേട്ട ഏവരെയും കർത്താവ് രക്ഷിക്കണം. ഫിലിപ്പിയ ലേഖനത്തിൻ്റെ പശ്ചാത്തലമായി ചില ചിന്തകൾ അതിൻ്റെ പ്രാരംഭ ക്ലാസ്സിൽ ചിന്തിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകിയല്ലോ. ദർശനത്തോടുകൂടെ പൗലൂസിനെയും ശീലാസിനെയും ഒക്കെ ഫിലിപ്പിയിൽ എത്തിച്ച കർത്താവ് അവർക്ക് വേണ്ടി ചെയ്ത വിടുതലിൻ്റെ ശുശ്രൂഷകൾ പോലെ ഈ നാളുകളിൽ ജീവിതങ്ങളെ കർത്താവ് വിടുവിച്ചെടുത്ത് തിരുസഭയെ പണിയുന്നതിനായി സ്തോത്രം. ഈ വചനങ്ങൾ കേൾക്കുന്നവർക്കൊക്കെ വിടുതലിന് കാരണമായി തീരണം. തിരുനാമത്തെ മാത്രം മഹത്വപ്പെടുത്തണം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.